ഗൈസ്, അപ്പോൾ നമ്മളിന്നൊരു പുതിയ മെഷീനായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ഓജിനെ നമുക്കൊന്ന് ഹെൽപ്പ് ചെയ്യാനുള്ളൊരു മെഷീനാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കാണുന്നതാണ് ഓജിയുടെ ബർഗർ ഷോപ്പ്. നമ്മളവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആക്സിഡൻ്റ് ടാക്സി മെഷീന് ഓണാക്കി നമ്മൾ അപ്പോൾ തന്നെ ഓഫ് ചെയ്ത് നമ്മൾ നേരെ ഓജിയുടെ മെഷീനിലേക്ക് പോകാം. ഓജിയുടെ മെഷീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓജിക്ക് മുന്നേ ഒരു ഈ പറഞ്ഞ പോലെ മ്യൂസിക് കമ്പോസിങ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ കുറേ ആൾക്കാർ കൂടിയിട്ട് അവനെ ചതിച്ചിട്ട് അവൻ്റെ ഒരു റിതം സോങ് ഫയലുണ്ട്. അത് ഈ പറഞ്ഞ പോലെ വേറെ ആൾക്കാർ നല്ല രീതിയിൽ തട്ടിയെടുത്തിട്ടാണ് ആ ഒരു റിതം കമ്പോസിങ് അവർ ഹിറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ആ ഒരു ഫയല് അവർ പുറത്തേക്ക് വിട്ട് അത് ഹിറ്റ് ചെയ്തിട്ട് ആ ഒരു പ്ലാറ്റ്ഫോമും കാര്യങ്ങളും അവർ സ്വന്തമാക്കുകയും ചെയ്തത്. അപ്പോൾ അതിന് റിവെഞ്ചായിട്ട് തന്നെ നമ്മുടെ ഓജിനെ നമുക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കേണ്ട ഒരു മെഷീനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അവർക്ക് എന്തായാലും അവിടെ നിന്ന് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ തന്നെ ഈ പറഞ്ഞ DJ സ്റ്റേഷൻ അഥവാ റാപ്പ് സ്റ്റേഷനാണ്, റാപ്പ് സോങ്ങുകൾ ഉണ്ടാകുന്നൊരു സ്റ്റേഷനാണത്. അവിടെ പോയിട്ട് ഇവൻ്റെ റൈമിംഗ് ബുക്ക് നമുക്ക് അടിച്ച് മാറ്റിയെടുത്തിട്ട് ഇവന് തന്നെ കൊണ്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് നമുക്ക് അവൻ്റെ എനിമീസിനോട് ഒരു റിവെഞ്ച്, അതാണ് നമ്മുടെ ഇപ്പോഴത്തെ മെഷീൻ. അപ്പോൾ നമ്മുടെ ഓജി നല്ല ആക്റ്റീവായിട്ട്, കാരണം നമ്മുടെ കയ്യിൽ ആ ഒരു ദൗത്യം അല്ലെങ്കിൽ സീജയുടെ കയ്യിൽ ആ ദൗത്യം ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവനത് ക്ലീനാക്കി ചെയ്യുന്നുള്ളൊരു വിശ്വാസം ഓജിക്ക് എന്തായാലും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ ഹൈപ്പർ ആക്റ്റീവായിട്ട് തന്നെയാണ് ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സീജ നല്ല രീതിയിൽ കൂളാക്കുന്നുണ്ട്. കാരണം അവനറിയാം ഒരു ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വെറുതെ അവൻ്റെ ജോലി കളയണ്ടെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ മെഷീനിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ടൊരു വണ്ടി നമുക്ക് സ്റ്റീൽ ചെയ്തെടുക്കണം. ഏതെങ്കിലും ഒരു വണ്ടി നമുക്ക് സ്റ്റീൽ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കൊരു 2 വീലർ കിട്ടിയാൽ അത്രയും ബെറ്റർ ആയിരിക്കും. ഓക്കെ, ഒരെണ്ണം വരുന്നുണ്ട്. 2 വീലർ നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ സ്റ്റീൽ ചെയ്യാനുള്ളൊരു ഈസി മാർഗ്ഗമാണെന്ന് വെച്ചാൽ ആ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്നിട്ട് നമുക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട്, അല്ലെങ്കിൽ സൈഡിൽ പോയിട്ട് അവനെ ഇടിച്ചിട്ട് നിലത്തിട്ട് പിന്നെ കാല് പൊക്കി വണ്ടി കയറി, അതിനൊന്നും ഏറ്റവും ബെറ്റർ നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്നിട്ട് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ നേരെ ചാടി ആ ഡ്രൈവർ സീറ്റിലേക്ക് കയറിയിരിക്കും. ഓക്കെ, അപ്പോൾ ഹിൽ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഹിൽ സ്റ്റേഷൻ്റെ മുകളിലാണ് ഈ പറഞ്ഞ DJ എന്ന് വെച്ചാൽ ആ ഒരു മ്യൂസിക് ഡയറക്ഷൻ്റെ ഒരു പ്ലാറ്റ്ഫോമുള്ള. അപ്പോൾ നമുക്ക് നൈസായിട്ട് വഴി തെറ്റിന്നാലും അപ്പോൾ നമുക്ക് ഇതിൽ കൂടെ കയറാൻ പറ്റില്ല. ഓക്കെ, പക്ഷേ 2 വീലറിൽ തന്നെ കയറണം എന്നൊരു ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഞാൻ ഇതിന്മേൽ തന്നെ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇല്ലാട്ടോ, വണ്ടി തീരെ പവറില്ലാത്ത വണ്ടിയാണെന്ന് തോന്നുന്നു. ഓക്കെ, വണ്ടി നമ്മൾ തലയും കുത്തി താഴെ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ നൈസായിട്ട് വണ്ടി എടുത്തിട്ട് നമുക്ക് താഴത്തിൽ കൂടെ തന്നെ നമുക്ക് ശരിയായ റൂട്ടിലേക്ക് നമുക്ക് കിടക്കാം. ഓക്കെ, നേരെ പോയി ലെഫ്റ്റ് എടുത്ത് വീണ്ടും ഒരു ലെഫ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ശരിയായ റൂട്ടിലേക്ക് ചേച്ചായി അടിച്ച് വീണ്ടും ഒരു മറിച്ചിനെ പറയുന്നു. ഒന്നും പറ്റിയില്ല. അപ്പോൾ നമുക്ക് വീണ്ടും ലെഫ്റ്റ് അടിക്കാം. ഓക്കെ, അപ്പോൾ ബ്രിഡ്ജ് കഴിഞ്ഞു. അടുത്തൊരു നെക്സ്റ്റോട് കൂടിയിട്ട് നമുക്ക് നമ്മുടെ ഒറിജിനൽ ശരിക്കും വഴിയിലേക്കാണ്. ഈ ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് നമ്മൾ നേരത്തെ തലയും കുത്തി താഴെ വീണത്. അപ്പോൾ നമുക്ക് നേരെ പോവാം. ഓക്കെ, അവിടെ ഒരു പുള്ളോവർ നടന്നിട്ടുണ്ട്. ഒരു പെണ്ണിനെ കോപ്സൊക്കെ കൂടിയിട്ട് വളഞ്ഞിട്ട് പുള്ളോവർ ചെയ്ത് വെടിവെച്ച് കൊല്ലാണ്. പുള്ളോവർ ഇത് കഴിഞ്ഞാൽ സെൻ ആൻഡ്രസിൽ അപ്പോൾ വെടിവെച്ച് കൊല്ലും. ബാക്കിയുള്ളവർക്കൊക്കെ ഒന്ന് അറസ്റ്റ് ചെയ്യാനുള്ള മൈൻഡിലും കാണിക്കും. എന്താല്ലേ? ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഹിൽ സ്റ്റേഷൻ അല്ലെങ്കിൽ ആ ഒരു മ്യൂസിക് സ്റ്റേഷൻ എന്ന് പറയുന്നത്. നമുക്ക് മെയിൻ ഡോറിലേക്ക് പോകാനാണ് ഇൻസ്ട്രക്ഷൻ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ മെയിൻ ഡോറിലേക്ക് വണ്ടിയിട്ട് തന്നെ പോകാം. പോരുമ്പോൾ നമുക്ക് വണ്ടിയിട്ടാണ് തിരിച്ചിറങ്ങാറോ. നമുക്ക് നേരെ എടുത്ത് മെയിൻ ഡോറിലേക്ക് കുത്തിക്കാം. ഓക്കെ, വണ്ടി സേഫായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ അകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഒരു റൈം ബുക്ക് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര ഗാർഡ്സ് ഉണ്ട്. അപ്പോൾ ഇത്രയും ഗാർഡ്സിന് നമുക്ക് ഒരു ശല്യം അറിയിക്കാതെ നമുക്ക് അകത്ത് കയറാനുള്ളൊരു ടാസ്ക്കാണ് ഇപ്പോൾ തന്നിരിക്കുന്നത്. അതായത് അവരെ വെച്ചാൽ നമ്മുടെ കയ്യിലൊരു നൈഫ് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ നൈഫ് വെച്ചിട്ട് നമുക്ക് അവരെ ബാക്കിലൂടെ അല്ലെങ്കിൽ ഫ്രണ്ടിലൂടെ കുത്തി ഒരു ശബ്ദവും ഇല്ലാണ്ട് ഡിഫീറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ആ ഒരു സ്ഥലത്തോട്ട് എത്താൻ. അപ്പോൾ കുറച്ച് ചടങ്ങാണ്. ഓക്കെ, കൊടുത്തു. നേരെ ഈ ഒരു തേർഡ് കുത്ത് അല്ലെങ്കിൽ
തേർഡ് ഹിറ്റിനാണ് ഈ ആൾ നിലത്തേക്ക് വീണത്. അപ്പം തന്നെ നിലത്തേക്ക് വീണു. അപ്പോൾ നമുക്ക് ഒന്നുകൂടി അഡ്വാൻറ്റേജാണ്, നമുക്ക് അവരെ പെട്ടെന്ന് കില്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ തേർഡ് ഹിറ്റ് വരെ നമുക്ക് അടിച്ച് നിന്ന് കഴിഞ്ഞാൽ മൂന്നാമത്തെ ഹിറ്റിൽ ഈ പറഞ്ഞ പോലെ ആൾ നിലത്ത് വീണ് നമുക്ക് ആ കില്ലെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അവിടെ ഒരു ചങ്ങായി പോകുന്നുണ്ട്. നമുക്ക് നൈസായിട്ട് കുനിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് സ്റ്റെപ്പ് അധികം കേൾക്കില്ല. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജാണ്. ഓക്കെ, ആളങ്ങോട്ട് നീങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ എന്താ പറയുക, എക്സ്പോസ്ഡ് ആണ്. നമുക്ക് മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ പറയാം, നമ്മളെ മാപ്പിൽ നമ്മുടെ ഒരു ഐക്കണ് എപ്പോഴും വൈറ്റായിട്ട് കാണുകയാണെങ്കിൽ നമ്മൾ എക്സ്പോസ്ഡ് ആണ്. അല്ലാതെ ഒരു ഡാർക്ക് കളറിൽ കാണുകയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ ഹൈറ്റായിട്ട് നിൽക്കുകയാണ്, അവർക്ക് കാണാൻ പറ്റാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. ജസ്റ്റ് കാണാം, ഇപ്പം നമ്മൾ എക്സ്പോസ്ഡ് ആണ്. പക്ഷെ നമുക്ക് നമ്മുടെ മുമ്പിലൊരു വാളുള്ള കാരണം അവർക്ക് കാണാൻ പറ്റില്ല, അതും വേറൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, ചെറിയൊരു പണി കിട്ടി. നമ്മുടെ പൂളിൻ്റെ അവിടെയുള്ള ആൾ നമ്മളെ കണ്ടു, പക്ഷെ എന്താണെന്നറിയില്ല, ആ ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. ആള് വെടിവെച്ചിട്ട് ബാക്കിൽ നടക്കുന്ന ആൾക്കൊന്നും മനസ്സിലായിട്ടില്ല. NPCs ഓൾവേസ് ലൈക്ക് ദിസ്. പക്ഷേ നമ്മുടെ സാൻഡ്രിയാസ് NPCs കുറച്ചും കൂടി ഇൻ്റലിജൻ്റ് ആണെന്നാണ് എൻ്റെ ഒരു മൈൻഡിൽ. ചിലപ്പോൾ എന്തെങ്കിലും ഒരു ബഗ്ഗിൻ്റെ കാരണമായിരിക്കാം. എന്തായാലും അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നൈസായിട്ട് കുനിഞ്ഞ് പോവാം. അവന് നല്ല സാധനങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ബാറല്ലേ, മറ്റോ നല്ല ഗെയിമുകളില്ല. ആ ടൈമിൽ ഈ 19 ടൈമിലൊക്കെ PS4 ഒന്നും ഉണ്ടാവില്ല, PS2 PS1 ഒക്കെ അല്ലേ. ഓക്കെ, നമുക്കൊരു ആർമർ കിട്ടിയിട്ടുണ്ട്. അത് എന്തായാലും നമുക്കൊരു ഹെൽപ്ഫുള്ളാണ്. അഥവാ നമ്മൾ ആരെങ്കിലും അടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇവരെ കയ്യിലുള്ള സൈലൻസ് ഗണ്ണാണ്, അതുകൊണ്ട് തന്നെ ഹിറ്റ് ചെയ്യണത് പുറത്തേക്ക് കേൾക്കില്ല. അപ്പോൾ ഈ ആർമറുള്ള കാരണം നമുക്ക് ആ ഒരു പ്രൊട്ടക്ഷൻ കൂടി കിട്ടും. ഓ മാൻ, അവൻ്റെ ബാക്കിൽ കൂടെ ഇതിലുള്ള സെക്യൂരിറ്റീസൊക്കെ പൊട്ടന്മാരട്ടാ. ഇതല്ലല്ലോ സ്ഥലം. ഇതല്ല സ്ഥലം. നമുക്ക് നേരെ നമ്മുടെ സ്ഥലത്തേക്ക് തന്നെ പോയി നോക്കാം. സ്ഥലം എന്ന് പറയണത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. നേരെ പോയി ലെഫ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇയാളെ കവർ ചെയ്തിട്ട് നമ്മൾ നേരത്തെ പോയി. അപ്പോൾ ആ ടൈം തന്നെ നമുക്ക് കയറിയാൽ മതിയായിരുന്നു. വെറുതെ കുറച്ച് ടൈം വേസ്റ്റ് ചെയ്തു. സീനില്ല, നമുക്ക് നേരെ കയറാം നമ്മളെ മ്യൂസിക് റൂമിലേക്ക്. സാധാരണ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ റൈമിംഗ് ബുക്ക് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എന്താ സംഭവം വെച്ചാൽ നമ്മുടെ കയ്യിൽ സാധനം കിട്ടി. ഇനിയിപ്പോൾ നമുക്ക് എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. നമ്മുടെ കയ്യിലുള്ള എന്ത് വെപ്പണാണെങ്കിലും അത് ഉപയോഗിക്കാം. ഇത്ര നേരം നമുക്ക് ആ ഒരു വെപ്പൺസ് അവൈലബിൾ അല്ലാതെ അല്ലെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റാതിരുന്നത് സാധനം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് കയറണമെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാരെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കാതെ അല്ലെങ്കിൽ അവരെ ഈ പറഞ്ഞ പോലെ ഇൻട്രാക്ട് ചെയ്യാതെ വേണം നമുക്ക് അതിൻ്റെ അകത്തേക്ക് കയറാൻ. സാധനം കയ്യിൽ കിട്ടിയാൽ പിന്നെ ഒന്നും നോക്കണ്ട, നമുക്ക് നേരെ പോവാം. ഓക്കെ, അതാണ് ഇപ്പോൾ. ഓക്കെ, ഇപ്പോൾ സൈലൻസർ വെച്ചിട്ട് നമ്മൾ പഠിക്കണേ. വീഡിയോ ഗെയിമൊക്കെ അവൻ നിർത്തി. അവന് കാര്യം മനസ്സിലായി, കളിച്ചിട്ട് കാര്യമില്ല. പൊട്ടന്മാർ ഡ്യൂട്ടിയുടെ ടൈമിലാണ് ഈ വക പരിപാടികൾ കളിക്കണം. ബാറിലൊരുത്തുണ്ടായിരുന്നല്ലോ, ഇല്ലല്ല, കിട്ടണോ? അവനവിടെ കിടന്നു, അവനെ കിട്ടുന്നുണ്ട്. ഓക്കേ, ഇനി നൈസായിട്ട് പോവാം. കൊടുക്ക്. ഇനി ഒന്നും നോക്കണ്ട. ഇനി നിന്നെ ആദ്യം അല്ലേക്കാ, ഇവനാണ് നിന്നെ ആദ്യം പഠിച്ചത്. കൊടുത്തു മോനെ. ഇനി നമുക്ക് നേരെ മെയിൻ ഡോർ വഴി പുറത്തേക്ക് പോയിട്ട് നമ്മൾ ബൈക്ക് എടുത്ത് നേരെ വിടാം. അതാണ് ഇനി നടക്കുക. ഓക്കെ, പുറത്തേക്ക് കിടക്കാൻ പറ്റും. എങ്ങോട്ടാ പോണേ? മറ്റേ ബൈക്ക് എന്തായാലും പോയിട്ടാ ഡിസപ്പിയർ ആയിട്ടുണ്ട്. സീനില്ല, ബൈക്കിനേക്കാളും പൊളി നമ്മുടെ BMX ഒരു അടിപൊളി സൈക്കിൾ ഇടിയുന്നുണ്ട് ഈ ഗെയിമിൽ. അല്ലെങ്കിൽ ഈ സെനാൻഡ്രിയാസിൽ എന്താ പറയുക, ഏറ്റവും അടിപൊളി ബൈസിക്കിൾ എന്ന് പറഞ്ഞാൽ ഈ സാധനം കേട്ടോ. പക്ഷേ ഈ സാധനം നമുക്ക് അധികം അവൈലബിൾ അല്ല, എല്ലായിടത്തും അവൈലബിൾ അല്ല. നമ്മൾ നോർമലായിട്ട് കാണുന്ന കോമൺ സൈക്കിൾ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലത്തെ ലേഡി ബേർഡ് പോലത്തെ ഈ പറഞ്ഞ പോലെ സീറ്റിൻ്റെ ബാക്കിൽ മറ്റേ ഈ ചാരിയിരിക്കാൻ പറ്റുന്ന എന്താ പറയുക ഒരു സംഭവമൊക്കെ ഉള്ള, അതേപോലെ
വേറെ സാധാരണ നോർമൽ ബൈസിക്കിളൊക്കെയാണ്. ഈ സാധനം ഈ BMXൻ്റെ സൈക്കിള് അങ്ങനെ എപ്പോഴും എല്ലായിടത്തും അവൈലബിൾ അല്ല. ചില സ്ഥലത്ത് വളരെ റെയറായിട്ടുള്ള സ്ഥലത്ത് മാത്രമാണ് ഈ ഒരു സൈക്കിൾ അവൈലബിൾ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ സാധനത്തിന് നല്ല പവർ കൂടുതലാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ബൈക്കൊക്കെ പോണേക്കാളും നല്ല രീതിയിൽ നമ്മൾ ബൈക്ക് ഓടിക്കണ പോലെയല്ല, ഈ NPCs ഒക്കെ ബൈക്ക് ഓടിച്ച് പോണേക്കാളൊക്കെ നല്ല അടിപൊളി സ്പീഡിൽ ഇവർ ഈ ഒരു സൈക്കിൾ ഓടിച്ച് നമുക്ക് പോകാൻ പറ്റും. ഒരു എക്സാമ്പിളാണ് ഇപ്പോൾ ആ പോലീസുകാരെ ഇപ്പോൾ പോയില്ലേ, അതിനൊക്കെ എടുത്തിട്ടാണ് നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഊഹിക്കുക അതിൻ്റെ പവർ എത്ര മാത്രം ഉണ്ടെന്ന്. ഇതപ്പോൾ നമുക്ക് സേഫായിട്ട് വെക്കാന്ന് വെച്ചാൽ ഭയങ്കര ടാസ്ക് സാധനമാണ്. എന്ന് വെച്ചാൽ സേഫായിട്ട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മെഷീൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനം കൊണ്ട് കാണാൻ ഡിസപ്പിയറാവും. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വല്ല ഗ്യാരേജിൽ വെക്കണം ഏറ്റവും ബെറ്റർ. ഓക്കെ, അപ്പോൾ നമ്മളെ OGക്ക് RIMക്ക് അവരിൽ നിന്ന് നമ്മൾ തിരിച്ചു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഒരു മെഷീൻ നമ്മൾ നല്ല സന്തോഷമായിട്ട് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ഗൈസ്.